Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ മൊഴിയഴക് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പാഠഭാഗത്ത് 4 കവിതകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 കവിതകളുടെയും ഓരോ കവിതയുടെയും വിശദീകരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ ആസ്വാദനം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഒരു പ്രവേശകം കൊടുത്തിട്ടുണ്ട്. മണ്ണിൽ കനവ് വിരിഞ്ഞിടാൻ, മഴവിൽ അഴക് പൊഴിഞ്ഞിടാൻ, വാക്കിൻ പൊരുളെ നീ പോരൂ. അതായത് മണ്ണിൽ സ്വപ്നങ്ങൾ വിരിഞ്ഞിടാനും മഴവിൽ പൊഴിഞ്ഞിടാനും വാക്കിൻ്റെ പൊരുളെ നീ പോരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കിൻ്റെ അർത്ഥമേ, അതായത് ഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഭാഷയ്ക്കാണ് ഒരു മനുഷ്യരിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കനവ് സ്വപ്നങ്ങൾ വിതയ്ക്കാനും അതുപോലെ തന്നെ മഴവിലിൻ്റെ അഴക് പൊഴിക്കാനും ഒക്കെ സൗന്ദര്യം നിറയ്ക്കാനും ഒക്കെ കഴിയുന്നത് ഭാഷയ്ക്കാണ് എന്നാണ് ഈ ഒരു പ്രവേശകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാഷയുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കവിത ബാലലീലയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് ബാലലീല എന്ന ഈ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ഓമന പൈതൽ താൻ ഓരോരോ ലീലകൾ തൂമ കലർന്നങ്ങു കാട്ടിക്കാട്ടി നായനാരിമാർ മാനസം തന്നെയങ്ങ് ആകുലമാക്കിനാൻ മെല്ലെ മെല്ലെ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനും വളർത്തച്ഛനായ നന്ദഗോപനും തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷം, അതായത് അവരുടെ ആ കളിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓമന പൈതലായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുകയാണ്? ഓരോരോ ലീലകൾ, ഓരോ കളികൾ കാട്ടി ചിരിക്കുകയാണ്. വളരെ സൗന്ദര്യത്തോടു കൂടി ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഗോപസ്ത്രീകൾ അവരുടെ മനസ്സും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുകയാണ്? സന്തോഷിക്കുകയാണ്. അച്ഛനെ പോലെ ഉടുക്കുന്നേ നിന്നിട്ട് നൽച്ചേല കൊണ്ടങ്ങെടുക്കും നന്നായി മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ്ങാന കളിക്കും മുതുകിലേറി. അപ്പോൾ അച്ഛനെ പോലെ തന്നെ, നന്ദഗോപരെ പോലെ തന്നെ ചേല ചുറ്റുന്നു, മുണ്ടുടുക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അച്ഛൻ അവന് മുമ്പിൽ ഇങ്ങനെ ശിരസ്കരിക്കുമ്പോൾ അവൻ അച്ഛൻ്റെ മുതുകത്ത് കയറി ആന കളിക്കുകയാണ്. തേവാരിക്കേണമെന്നിച്ഛ എനിക്കു നീ പൂവെല്ലാം കൊണ്ടെത്താ എന്ന് ചൊല്ലും അച്ഛനും താനുമായി ഇച്ഛയിൽ അങ്ങനെ നിശ്ചലും നിന്നു പടകളിക്കും. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇന്ന് എനിക്ക് തേവരെ പൂജിക്കാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മകനോട് പറയും പൂക്കൾ കൊണ്ടുതരാൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ അക്ഷരം പ്രതി അതനുസരിക്കും. അച്ഛന് തേവരെ പൂജിക്കാനുള്ള പൂക്കളൊക്കെ കൊണ്ട് നൽകും. അങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ, അവരുടേതായിട്ടുള്ള ആ ഒരു കളിയുടെ നിമിഷങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്വാദനം നോക്കാം. അടുത്ത കവിത അക്കിത്തത്തിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ്. കവിതയുടെ പേര് പൗർണമി എന്നാണ് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രശസ്തമായ വരികളാണിത്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ്റെ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അതായത് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പൊഴിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നൽകുമ്പോൾ എൻ്റെ ആത്മാവിൽ ഉദിക്കയാണ് 1000 സൗരമണ്ഡലം. ഒരുപാട് പ്രകാശം എൻ്റെ ആത്മാവിൽ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകുമ്പോൾ, അവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി ചിലവാക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? നിത്യനിർമ്മലമായ പൗർണമിയാണ്. അത്രത്തോളം പ്രകാശമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് നന്മയായി തീരും, നമ്മുടെ ഉള്ളിൽ പ്രകാശത്തെ വർദ്ധിപ്പിക്കും എന്നാണ് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ നിന്ന്
ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം. മൂന്നാമത്തെ കവിത ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിതയാണ്. ജീവിതത്തിൻ പഴംപൂക്കൾ കൊഴിഞ്ഞാലെന്തി വിധമുള്ള ചിറകടിയാൽ നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മൊട്ടിടുന്നു. ജീവിതത്തിലെ പഴംപൂക്കൾ, അതായത് പഴകിയ പൂക്കൾ, പഴകിയ ഓർമ്മകളൊക്കെ കൊഴിഞ്ഞു പോയാൽ എന്ത്, പിന്നീടും നൂറായിരം പരിണാമ നൂതന ഭംഗികൾ, പിന്നീടും നൂറായിരം മൊട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ, സ്മരണകളൊക്കെ മൊട്ടിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്പരമധ്യം തിളയ്ക്കുന്ന ഒരാദിത്യ ബിംബവും പോമെങ്കിലാട്ടെ അക്കരി യൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. അതായത് ആകാശത്തിന് നടുക്ക് തിളങ്ങി നിൽക്കുന്ന ആദിത്യൻ, സൂര്യൻ കെട്ടുപോയാലും ആ കെട്ടുപോയ ആ കരി തന്നെ, സൂര്യൻ കെട്ടുപോയ ആ കരി തന്നെ ഊതിപ്പിടിപ്പിച്ച് പുതിയൊരു തീക്കട്ടയുണ്ടാക്കി മാറ്റും സർഗശക്തി, നമ്മുടെ പ്രകൃതി ശക്തി എന്നാണ് പറയുന്നത്. ചൂടും വെളിച്ചവും പിന്നെയും നേടി വിടർന്നിടും ജീവിതത്തിൽ അങ്ങനെയാണ്. പഴയ ഓർമ്മകളും സ്മരണകളും നന്മയും ഒക്കെ നശിച്ചു പോയാലും പിന്നീട് മറ്റെന്തെങ്കിലും കൂടുതലായി ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ ഒരു വരികളിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്വാദനം നോക്കാം. നാലാമത്തെ കവിത ആർ രാമചന്ദ്രൻ്റെ ശ്യാമസുന്ദരി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. പ്രലോഭനം എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി, ചിറകു കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ, ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി, കരളോർക്കുമേതോ പുരാണ ശോക കഥ പോലി ശ്യാമള ഭൂമി കാണുമോ, ഒരു നറു കണ്ണാന്താളി മലർ പോലെ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ, പഥികർ കാണാതെ കടന്നു പോകും പെരുവഴി തിരിവിലെ വിഗ്രഹം പോൽ, മരുമെന്നാത്മാവു തന്നെയാരോ പുരുമോധമാർന്നു വിളിച്ചിടുന്നു. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയത്തിലേക്ക് പോകാം.